ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാകുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് രാവിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഉച്ചയ്ക്കോ രാത്രിയോ ഒക്കെ ആയിരിക്കാം. കർത്താവിൻ്റെ ദയ, നിങ്ങളോടുള്ള ദയ അത് പുതിയതായിട്ടുള്ളതാണ്, അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ കൂടുതലായിട്ട് അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുന്നമേ നമ്മുടെ സ്പോൺസേഴ്സ് ഉണ്ട്. ആദ്യത്തേത് ഒരു പ്രൈം സ്പോൺസറാണ് ഇന്ന് നമുക്കുള്ളത്. കൊച്ചിയിൽ നിന്ന് ഒരു വെൽവിഷറാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ട്. അപ്പോൾ തന്നെ ഇന്ന് അവരുടെ വിവാഹ വാർഷികം കൂടിയാണ്. ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ദൈവികമായ സാന്നിധ്യം അവരുടെ ഭവനത്തെ നയിക്കുവാനും അതിനുള്ള വഴികൾ കർത്താവ് ആ ദൈവികമായ വഴികളിലൂടെ ആ ഭവനം മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം നൽകിയ എല്ലാ വാഗ്ദത്തങ്ങളും മെയ് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതെല്ലാം ഈ മാസത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ ദൈവികമായ പ്രവൃത്തികൾ ഇവരുടെ ഭവനത്തിനകത്ത് തുടങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഒരു പുതിയ ഉറവ പൊട്ടിപ്പുറപ്പെടുന്ന പോലെ, അതിൽ നിന്ന് പുതിയ ശാഖകൾ ഉണ്ടാകുന്നത് പോലെ കർത്താവിൻ്റെ ഒരു പ്രത്യേക ഉറവ പൊട്ടിപ്പുറപ്പെടട്ടെ. അതിൽ നിന്ന് പുതിയ ശാഖകൾ ഉരുവായി വരട്ടെ എന്ന് അടിയനിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നടക്കുന്ന മീറ്റിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ഗോഡ് സ്റ്റൂപ്പ് ഡൗൺ ടു ലിഫ്റ്റ് യു അപ്പ്. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി അവൻ നിങ്ങളെ കുനിഞ്ഞു നോക്കുന്നു എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഐ എം സോ ഹാപ്പി ടു കം ടു യു എവറി മോർണിംഗ്. കർത്താവ് ഇങ്ങനെ ഒരു സമയം കർത്താവ് നമുക്ക് തരുന്നതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 1000 ദിവസങ്ങളിലധികം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഒരു പക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും 1000ാമത്തെ എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ. ബട്ട് ദ ജേർണി ഈസ് ഓൺഗോയിങ്. ഇന്നലെ ഞാൻ അലയ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും. അലയ മീൻസ് ടു ഗോ അപ്പ്. ലെറ്റ്സ് ഗോ അപ്പ് ടു വർഷിപ്പ് ദ ലോർഡ്. സ്ട്രാറ്റജിക് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് തനിക്കൊരു ആലയം പണിയാൻ പെർമിഷൻ കൊടുത്തപ്പോൾ, ദാവീദാണ് എൻ്റെ ലൊക്കേഷനൊക്കെ റെഡിയാക്കി. ശലോമോനാണ് അത് പണിയുന്നത്. ഇൻ എ മാഗ്നിഫിഷ്യന്റ് വേ ഹി ബിൽറ്റ് അപ്പ് ദ ഫസ്റ്റ് ടെമ്പിൾ. ദാറ്റ് മീൻസ് ഈ ടാബർനാക്കിളിന് ശേഷമുള്ള ആദ്യത്തെ ആ ദേവാലയം തന്നെ ഒരു തരത്തിൽ ഒരു ആർക്കിടെക്ചറൽ മാർവലായിരുന്നു. ഭയങ്കരമായിരുന്നു. പക്ഷെ അതൊരു മലമുകളിലായതുകൊണ്ട് എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും സകല അന്നത്തെ ഇസ്രായേൽ ജനവും ലോകത്തിലെവിടെയാണെങ്കിലും ഈ ദേവാലയത്തിലേക്ക് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഈ മല കയറിയാണ് പോകുന്നത്. ആ സമയത്ത് പാടിയിരുന്ന ആരോഹണ ഗീതങ്ങൾ പലതുണ്ട്. അതിലൊന്നാണ് 121 സങ്കീർത്തനം ഇന്നലെ നമ്മൾ കണ്ടത്. ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരിക്കലും താഴേക്കല്ല മുകളിലേക്കാണ്. ഒരുപക്ഷെ സാമ്പത്തികം ഇടിഞ്ഞു പോകാം, ആരോഗ്യം കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നാം, പണ്ടുണ്ടായിരുന്ന ബന്ധങ്ങൾ ശിഥിലമായി പോയി, പണ്ടത്തതുപോലെ ഒരു മിനിസ്ട്രി ഇപ്പോഴില്ല, അല്ലെങ്കിൽ പലതിലും ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോഴും ഇനിയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. യു ആർ ഗോയിങ് അപ്പ്. ഇവിടെയുള്ള ചില ഫ്ലക്ച്വേഷൻസ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ആർ ഗോയിങ് അപ്പ്. കാരണം പൗരത്വം സ്വർഗത്തിലാണ്, പുൾ അങ്ങോട്ടാണ്, സഹായം അവിടെ നിന്ന് വരുന്നത്. എല്ലാം അപ്വേർഡ്സ് ആണ്, എല്ലാം മുകളിലേക്കാണ്. എല്ലാവരും പറഞ്ഞ് കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞ് എല്ലാം മുകളിലേക്കാണെന്ന് പറഞ്ഞ ആക്ഷനോടുകൂടി പറ. എൻ്റെ ജീവിതം മുകളിലേക്കാണ്, എൻ്റെ ആഗ്രഹങ്ങൾ മുകളിലേക്കാണ്, എൻ്റെ നന്മകൾ വരുന്നത് മുകളിൽ നിന്നാണ്. മുകളിലേക്ക് ഒരു പുൾ ഉണ്ട്. ഗുരുത്വാകർഷണത്തെയും ഈ ഭൂമിയിലേക്കും അധമ പാതാളത്തിലേക്കും പാപത്തിലേക്കും ചങ്ങലകളിലേക്കും അടിമത്തങ്ങളിലേക്കും ഡിപ്രഷനിലേക്ക് നിരാശയിലേക്ക് വിഷണ്ണ മനസ്സിലേക്ക് വ്യസനത്തിലേക്ക് ദുഃഖത്തിലേക്ക് ഒക്കെ താഴേക്കുള്ള വല്ലാത്തൊരു പിടി ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ തന്നെ ഐ ഹാവ് എൻ അല്ലയ.
ഞാൻ മുകളിലേക്കാണ് പോകുന്നത്. ഓൾറൈറ്റ്, 113 സങ്കീർത്തനം 5 മുതൽ 9 വരെയുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം. Psalm 113 verse number 5 to 9. സ്ക്രീനിൽ ഒരു വിഷയം നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളം വായിക്കാൻ കഴിയും. Who is like the Lord our God, the one who sits enthroned on high. ഉന്നതത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ പോലെ നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുള്ളൂ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇസ്രായേലിന്റെ ദൈവം സർവഭൂമിയുടെയും കർത്താവാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ്. അവനെ കൂടാതെ വേറൊരു ദൈവം ഇല്ല. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കർത്താവും വലിയവനുമായ ദൈവം ഇസ്രായേൽ എന്നൊരു കൊച്ചു ജനതയുടെ ദൈവമായി ഐഡന്റിഫൈ ചെയ്യുന്നു. വാ, ഇന്ന് വിശ്വാസികൾ എന്നറിയപ്പെടുന്ന യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിന് പറയാം, എൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, എൻ്റെ ദൈവമാണ് ഏറ്റവും ഉന്നതനായ ദൈവം, എൻ്റെ ദൈവം ഒരു സങ്കല്പമല്ല, എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, എൻ്റെ ദൈവമാണ് ഏക സത്യ ദൈവം. തിരിച്ചു പറഞ്ഞേ, ഏക സത്യ ദൈവം, സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ മഹാദൈവം എൻ്റെ ദൈവമാണ്. ആ ഒരു മ്യൂച്വൽ കണക്ഷൻ മനസ്സിലായോ? സോ ഇവിടെ പറയുന്നു, ഹൂ ഈസ് ലൈക്ക് ദ ലോർഡ് ആർ ഗാഡ്. ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ ജനം നിന്ന് പറയുകയാണ്, ഹോ, ഞങ്ങളുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അന്ന് ഉള്ളത് നാഷണൽ ഗോഡ്സ് ആണ്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ ദൈവമാണ്. ഈ രാജ്യത്തിൻ്റെ ദൈവമല്ല ആ രാജ്യത്തിൻ്റെ ദൈവം. യുദ്ധത്തിലൊക്കെ അന്ന് കോമ്പറ്റീഷനാണ്. അവരുടെ വിശ്വാസം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവ് അവിടെയുള്ള പ്രവാചകന്മാരെ വെല്ലുവിളിക്കുമ്പോൾ അവരുടെ ദൈവം, ഞങ്ങളുടെ ദൈവം ബാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളി സ്വന്തം ശരീരമൊക്കെ കുത്തി ബ്ലീഡ് ചെയ്ത് രക്തം ഒലിച്ച് ഒക്കെ ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ല, തീ ഇറങ്ങിയില്ല. അപ്പോഴാണ് ഏലിയാവിൻ്റെ വരവ്. സത്യദൈവം ആരാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അവൻ യാഗപീഠമെല്ലാം റെഡിയാക്കി വെച്ച ശേഷം വെള്ളം കോരി ഒഴിച്ചു. ആ ട്രഞ്ച് മുഴുവൻ വെള്ളം നിറച്ചിട്ട് ഒറ്റ വിളി, ഞാൻ നിന്റെ ദാസനാണെന്നും നീ യഥാർത്ഥ ദൈവമാണെന്നും ഈ ജനം അറിയേണ്ടതിന് കർത്താവേ എന്ന് പറയല, തീ ഇറങ്ങി. സോ തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം യഥാർത്ഥ ദൈവം എന്നവിടെ തെളിയിക്കുകയാണ്. സോ ഇസ്രായേൽ അങ്ങനെ പറയുമ്പോൾ അത് അഹങ്കാരമായിട്ടും, ഞങ്ങളുടെ ഇപ്പോൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ആർക്ക് ജയം കിട്ടുന്നോ അവരുടെ കൺക്ലൂഷൻ ഇതാണ്, അവരുടെ ദൈവമാണ് മറ്റേ ദൈവത്തേക്കാൾ വലുത്. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ ദൈവമാണ് ഈ രാജ്യത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ ദൈവങ്ങളെക്കാൾ വലിയ ദൈവം എന്നല്ല പറയുന്നത്, സർവ ദൈവങ്ങളെക്കാളും മിഥ്യാസങ്കല്പങ്ങളെക്കാളും ഒക്കെ ഉപരിയായ കർത്താവ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. Who is like the Lord our God, the one who sits enthroned on high. ഉന്നതത്തിൽ വസിക്കുന്നവനായി, ഉയരെ 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 എല്ലാ ഉയരങ്ങൾക്ക് മുകളിലുള്ള ഉയരത്തിൽ സിംഹാസനത്തിലിരുന്ന് വാണരുളുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പോലെ വേറെ ആരാ ഉള്ളേ? ഇതൊരു വെല്ലുവിളിയാണ്. 6-ാം വചനം നോക്കി, who stoops down to look on the heavens and the earth. അവൻ സ്വർഗങ്ങളെയും ഭൂമിയെയും കാണുവാൻ വേണ്ടി കുനിഞ്ഞു നോക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മളാരും കുനിയരുത്. നമ്മൾ നിവർന്ന് തല ഉയർത്തി മുകളിലേക്ക് നോക്കണം. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അഭിമാനത്തോടെ, ലജ്ജയില്ലാതെ, നാണക്കേടില്ലാതെ തല ഉയർത്തിപ്പിടിച്ച് ഷോൾഡറൊക്കെ സ്ക്വയർ ചെയ്ത് മര്യാദ കാണുക. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം അതല്ല ചെയ്യുന്നത്. ഹി സ്റ്റൂപ്സ് ഡൗൺ. കർത്താവ് കുനിഞ്ഞു നോക്കുന്നു. എന്ത് ഈ കർത്താവ് കുനിയുന്നേ? കർത്താവ് നേരെ ഇരുന്ന പോരെ? നോ. കർത്താവ് ഏറ്റവും ഉയരത്തിലിരിക്കുന്നത് കൊണ്ട് അതിന് മുകളിലേക്ക് ഒന്നുമില്ല. അതിന് മുകളിലേക്ക് ഒരു വ്യക്തിത്വമില്ല. അതിന് മുകളിലേക്ക് ഒന്നുമില്ലാത്തത് കൊണ്ട് ഈ സ്വർഗങ്ങൾ കാണണമെങ്കിലും ദിസ് ഈസ് വെരി ഫണി, സ്വർഗങ്ങൾ കാണണമെങ്കിലും ഭൂമി കാണണമെങ്കിലും കർത്താവിന് കുനിഞ്ഞേ പറ്റൂ. അവൻ കുനിഞ്ഞ്
താഴേക്ക് നോക്കുന്നു. ഭൂമി കാണണമെങ്കിൽ കർത്താവ് ഇങ്ങനെ കാണാൻ പറ്റും. കർത്താവ് എന്ത് ചെയ്യണം? താഴെ ഇതോ ചെറിയൊരു ഗോളം പോലെ കാണുന്നത്. കർത്താവിന് കുനിഞ്ഞു നോക്കണം. ആകാശങ്ങളും സ്വർഗങ്ങളും കാണണമെങ്കിലും കുനിഞ്ഞു നോക്കണം. കാരണം അവൻ്റെ സിംഹാസനം എല്ലാ സിംഹാസനങ്ങളെക്കാൾ ഉയരത്തിലിരിക്കുന്നത്. He stoops down to look on the heavens and the earth. അടുത്തത്, എന്തിനാണ് അവൻ കുനിഞ്ഞു നോക്കുന്നത് എന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ താഴേക്ക് നോക്കി. He raises the poor from the dust and lifts the needy from the ash heap എന്ന് മൊത്തം വായിക്കട്ടെ, അതിന് ശേഷം പറയാം. He seats them. എൻ്റെ മലയാളം നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ നോക്കൂ. He seats them with the princes of his people. He settles the childless woman in her home and a happy mother of children. Praise the Lord. അപ്പോൾ ഇവിടെ ഈ 4-5 കാര്യങ്ങൾ എന്തിനാണ് ദൈവം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കുനിഞ്ഞു നോക്കുന്നത്, അതിൻ്റെ 4-5 കാര്യങ്ങളവിടെ വിവരിച്ചിട്ടുണ്ട്. അത് ഓരോന്ന് ഞാൻ പറയാൻ പോവുക, വേണ്ടത് പിടിച്ചോളണം. 1, it is to raise the poor from the dust. ദരിദ്രരെ പൊടിയിൽ നിന്നും ഉയർത്താൻ. ഈ പൊടിയിൽ നിന്ന് ഉയർത്തുക എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ ജീവിക്കുന്ന ഈ പൊടിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തോട്ട് ഇനി പോകാനില്ലല്ലോ. പൊടി പുരണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിൽ ഒരാൾ കിടക്കുകയാണ്. ഒരുപക്ഷെ ചില മാനസിക സമനില തെറ്റിയവരും ഭിക്ഷാടനം നടത്തുന്നവരൊക്കെ കടത്തിണ്ണയിലും ചിലപ്പോൾ മണ്ണിലൊക്കെ ഇങ്ങനെ കുടിൽ കെട്ടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കണ്ട് ഹൃദയത്തിൽ ഇങ്ങനെ പിടക്കാറുണ്ട്. കർത്താവേ, എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുമോ? അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ നിസ്സഹാരായി പോകുന്നുള്ളൂ. ഇങ്ങനെയുള്ള ലക്ഷങ്ങൾ ഭൂമിയിലുണ്ടല്ലോ, ഹോംലെസ് ആയിട്ട്, ജിപ്സികളായിട്ട്, കടത്തിണ്ണയിലും മരത്തിൻ്റെ കീഴിലും ഒക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന എത്രയോ പേർ. അവരും സമസൃഷ്ടങ്ങളാണല്ലോ, മനുഷ്യരാണല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഉള്ളുപിടഞ്ഞ് ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ? നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ദൈവം കുനിഞ്ഞു നോക്കുന്നത് എന്തിനു വേണ്ടി? ഇറ്റ് ഈസ് ടു റേസ് ദ പൂർ ഫ്രം ദ ഡസ്റ്റ്. മണ്ണിൽ കിടക്കുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, ഉയർത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോസഫ് ഇതുപോലെ പൂഴിയിൽ കിടന്നവനായി. ഇയ്യോബ്, അവൻ വലിയവനായിരുന്നു, വലിയ ധനികനായിരുന്നു, എങ്കിലും അവന് ചൊറിയും ചിരങ്ങും ഒക്കെ പിടിച്ച് പൈശാചിക ശക്തികളാൽ ദണ്ഡിപ്പിക്കപ്പെട്ടവൻ പൊടിയിലിരുന്നു. ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ നിന്നും ഉയർത്താൻ ദൈവം ഏറ്റവും ഉയർന്ന സിംഹാസനത്തിൽ ഏറ്റവും ഉന്നതത്തിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് നോക്കുന്നു. അടുത്തത്, it is to lift the needy from the ash heap. അല്ലെങ്കിൽ ചാരക്കൂനയിൽ നിന്നും, വെണ്ണീറിൻ്റെ കൂനയിൽ നിന്നും പലരെയും പിടിച്ചുയർത്താൻ വേണ്ടി. ആഷ് ഹീപ്പ് എന്ന് പറയുന്നത് it is a pile showing destruction. നാശക്കൂമ്പാരം. അതായത് ഒരു കെട്ടിടമോ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന് കത്തി പിടിച്ചു, എല്ലാം കത്തി 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 എരിഞ്ഞ് അമർന്ന് അവസാനം കിട്ടുന്നതാണ് ആഷ്, ചാരക്കൂമ്പാരമായിട്ട് ഇങ്ങനെ കിടക്കുക. ഒരു കാലത്ത് മണിമാളികയായിരുന്നു, ഒരു കാലത്ത് വലിയൊരു സൗധമായിരുന്നു, ഒരു കാലത്ത് ഒരു കൊട്ടാരമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചാരക്കൂമ്പാരമായി കിടക്കുന്നു. അത് കാണിക്കുന്നത് ഒരു വലിയ നഷ്ടം. ബിസിനസ് തകർന്നു, ജീവിതം തകർന്നു, കുടുംബജീവിതം തകർന്നു, പലതും ഷാറ്റേഡായി, പലതും ചാരമായി കിടക്കുകയാണ്, ഹോപ്പ്ലെസ് ആയി കിടക്കുകയാണ്. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കുനിഞ്ഞു നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ജീവിതത്തിൽ തകർന്നവരെ വീണ്ടും പണിത് ഉയർത്താൻ വേണ്ടി. ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പോയി. എന്നാൽ കർത്താവ് മുകളിൽ ഇരുന്നുകൊണ്ട്, ഉന്നതത്തിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് നോക്കിയാണ്. ഇങ്ങനെയുള്ളവരെ അവൻ വാച്ച് ചെയ്യുന്നുണ്ട്. ആരും റെഡി? കർത്താവിനോട് പറയാം, കർത്താവേ, ദാ എൻ്റെ ജീവിതം തന്നെ ചണ്ടിക്കൂമ്പാരമായി അല്ലെങ്കിൽ ചാരക്കൂനയായി കിടക്കുകയാണ്, എന്നെ ഒന്ന് ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അവൻ താഴേക്ക് കുനിഞ്ഞു നോക്കുന്നുണ്ട്. ഹലോ, ഇതൊന്നും ഞാൻ എഴുതിയതല്ല, ബൈബിളിലുള്ളതാണ്, വേദപുസ്തകത്തിലുള്ളതാണ്, ആകാശം ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത വചനത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കാം. അടുത്തത്, it is to seat them with princes.
അങ്ങനെയുള്ളവരെ, അഥവാ പൂഴിയിൽ കിടക്കുന്നവരെ, മണ്ണിൽ പൊടിയിൽ കിടക്കുന്നവരെ, ചാരക്കൂനയിൽ കിടക്കുന്നവരെ എടുത്തിട്ട് പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്താൻ. വാവ്! വിശ്വസിക്കപ്പാ. എന്നോട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള വചനങ്ങൾ എന്നോട് ഇടപെട്ടു. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഓരോ ഉയർച്ചയില്ലാതെ ഫ്ലാറ്റായി തകർന്ന പൊടിയിൽ ചാരത്തിൽ കിടക്കുന്നത് പോലെ കിടക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെയുള്ള വചനങ്ങൾ എന്നോട് ഇടപെട്ടു. പ്രഭുക്കന്മാരോടൊപ്പം ഞാൻ നിന്നെ ഇരുത്തും. ആരോടൊക്കെ പരിശുദ്ധാത്മാവെന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്താൻ. വാവ്! സ്വർഗത്തിലെ ദൈവം നിന്നെ അവിടെ ഇരുന്നുകൊണ്ട് കുനിഞ്ഞു നോക്കുവാണ്. വാവ്! പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഉന്നതന്മാരോടൊപ്പം, സമൂഹത്തിൽ ഉയർന്നവരോടൊപ്പം, അല്ലെങ്കിൽ ആത്മീയമായി ഉന്നതത്തിലായിരിക്കുന്നവരോടൊപ്പം, ഭൂമിയിൽ പ്രഭുക്കന്മാരെ പോലെ എല്ലാവരും മാനിക്കുന്ന സദസ്സിൽ ഒക്കെ കൊണ്ടുപോയി ഇരുത്താൻ ഈ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്നേ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടെന്നേ. അടുത്തത്, it is to settle the childless women in their home. കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീയെ അവരുടെ വീട്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മക്കളില്ലാത്ത, വന്ധ്യതയുള്ള, മച്ചി എന്നറിയപ്പെടുന്നവരെ ഒരു കുടുംബത്തിൽ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ. ആദ്യത്തെ ദൈവത്തിൻ്റെ പരിപാടി ബാരൻ വുമൺ, കുഞ്ഞുങ്ങളില്ലാതെ മച്ചി എന്നറിയപ്പെടുന്നവരെ കർത്താവ് ആദ്യം സെറ്റിൽ ചെയ്യിപ്പിക്കും. അതിനുശേഷമാണ് അടുത്തടുത്ത അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നമ്പർ 5, it is to make the childless women happy mothers. അതിനുശേഷം പറയുകയാണ്, ആദ്യം സെറ്റിൽ ചെയ്യിപ്പിക്കുന്നതിന് ശേഷം ഈ മച്ചിയായ സ്ത്രീയെ, സന്തതികളില്ലാത്ത സ്ത്രീയെ അവൻ ഹാപ്പി മദേഴ്സാക്കി മാറ്റുന്നു, സന്തോഷമുള്ള അമ്മമാരാക്കി മാറ്റുന്നു. ഇൻ അതർ വേർഡ്സ്, ആദ്യത്തെ പടിയിൽ കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, രണ്ടാമത്തെ പടിയിൽ കുഞ്ഞുങ്ങളെ നൽകുന്നു. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ എത്രയോ സ്ഥലങ്ങൾ നമ്മളിത് കണ്ടു. വേണ്ട, ബ്ലെസ്സിംഗ് ടുഡേയുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2011 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മാത്രം, അതിനു മുമ്പ് ഇല്ലെന്നല്ല, ആ സമയം തുടങ്ങിയാണ് ഈ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായി നമ്മൾ ആരംഭിച്ചത്. എത്രയോ നൂറ് കണക്കിന് പേര് കുഞ്ഞുങ്ങളുണ്ടായ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടില്ലേ? ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായത്, 3 ഉണ്ടായത്, 4 ഒരുമിച്ചുണ്ടായത്, പ്രായമായ ശേഷം ഉണ്ടായത്. നിങ്ങൾ ഗ്രാൻഡ് പാരൻസ് ആണോ എന്ന് വരെ ഞാൻ ചോദിച്ചു. ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയാണോ എന്ന് വരെ കുഞ്ഞുങ്ങളായിട്ട് വന്നപ്പോൾ, കാരണം അത്രയും പ്രായമുണ്ട് നോക്കുമ്പോൾ. ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ് തരാനും ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 19-20 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഹന്ന എന്ന് പറയുന്ന ലേഡിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. വളരെ നിന്ദിക്കപ്പെട്ട് ഭർത്താവിൻ്റെ മറ്റേ ഭാര്യ അവളെ എപ്പോഴും പോക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കുനിഞ്ഞവളെ നോക്കി, ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ആ ഹന്നയെ നോക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ഒരു പാട്ടെഴുതി. ഞാൻ ആരോടൊക്കെ പ്രവചിക്കുകയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അവസ്ഥ മാറുമ്പോൾ, ചണ്ടി കൂമ്പാരത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുമ്പോൾ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുമ്പോൾ, നിങ്ങൾ സെറ്റിലാകുമ്പോൾ, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുമ്പോൾ, നിങ്ങൾ പാട്ടെഴുതി ട്യൂൺ ചെയ്ത് പാടും. പലരും അത് ഒരുപക്ഷെ ഏറ്റുപാടിയെന്നിരിക്കും. അതിലേക്കൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വരും. ഹന്ന ആ പാട്ട് എഴുതുന്ന സമയത്ത് 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിലൊക്കെ കാണുന്നത്, he raises the poor from the dust and lifts the needy from the ash heap. He seats them with princes and has them inherit a throne of honor. For the foundations of the earth are the Lord's. On them he has set the world. അപ്പൊ ഇത് തന്നെ ഹന്ന പാട്ടെഴുതിയപ്പോൾ എഴുതി. എന്ന് വെച്ചാൽ അഗതിയെ കുപ്പക്കുഴിയിൽ നിന്നൊക്കെ ഉയർത്തി പ്രഭുക്കന്മാരുടെ പേരിത്തുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹന്ന തൻ്റെ പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നേ. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? കർത്താവ് നമ്മെ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുവാൻ, പൊടിയിൽ കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കാനൊക്കെ കർത്താവിന് പദ്ധതിയുണ്ട്. അതിനു വേണ്ടിയാണ് ഏറ്റവും ഉന്നതത്തിലിരുന്നുകൊണ്ട് അവൻ താഴേക്ക് നോക്കുന്നത്, നമ്മെ നോക്കുന്നത്. ആരെല്ലാം തകർന്ന് മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട് കുഞ്ഞുങ്ങളില്ലാതെ
ഭാരപ്പെട്ട് തകർന്നു കിടക്കുന്നുണ്ടോ, അവരെ കടാക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും കർത്താവ് കുനിഞ്ഞു നോക്കുന്നു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, വിശ്വസിക്കുമെന്നറിയില്ല. കർത്താവ് കുനിയുന്നത് നമ്മുടെ കൂന് നിവർത്താൻ വേണ്ടിയാണ്. ടൈപ്പ് ചെയ്യുക, ഇപ്പോൾ ടൈപ്പ് ചെയ്യുക, ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. കർത്താവ് കുനിയുന്നത് നമ്മുടെ കൂന് നിവർത്താൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി പേരോട് ഇന്നത് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന കർത്താവ് കുനിഞ്ഞു നോക്കുന്നത് എൻ്റെ കൂന് മാറ്റി എന്നെ നിവർത്താൻ വേണ്ടിയിട്ടാണ്. വാവ്, I love that. I love that revelation. I love that thought. ഒത്തിരി പേർക്ക് അത് ലൈവ് ചാറ്റിൽ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ഞാൻ പ്രവചിക്കുകയാണ്, കർത്താവ് ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മേൽ കുനിഞ്ഞു നോക്കുന്നു. എന്തിനെല്ലാ കൂനും നിവർത്തി അഭിമാനത്തോടെ ജീവിക്കാനും സാക്ഷ്യം പറയിപ്പിക്കുവാനും. എല്ലാവരും ഒന്ന് ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂനുകൾ നിവർത്തും. തറയിലാണ് കിടക്കുന്നതെങ്കിൽ, മണ്ണിലാണ് കിടക്കുന്നതെങ്കിൽ, പൂഴിയിലും പൊടിയിലുമാണ്, ചാരത്തിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഒരു കൊരണ്ടിപ്പലകമേലല്ല, കൊരണ്ടിപ്പലക ആർക്കെങ്കിലും അറിയാമോ എന്നറിയില്ല. പണ്ട് കാലത്ത് ഇങ്ങനെ പൊക്കം കുറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. സ്റ്റൂള് തന്നെ ഏറ്റവും പൊക്കം കുറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുമേലിരുത്താൻ വേണ്ടിയിട്ടല്ല, ഒരു സാധാരണ മരബെഞ്ചിലിരുത്താൻ വേണ്ടിയിട്ടല്ല, പ്രഭുക്കന്മാരോടൊപ്പം ഒരു സ്ഥാനത്താക്കി വയ്ക്കാൻ കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവമേ, നിന്റെ വചനം യാഥാർത്ഥ്യമാകുന്നല്ലോ. ആസ്മാരോഗമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തണുപ്പടിക്കുമ്പോൾ, രാത്രിയാകുമ്പോൾ, ദിവസത്തിൻ്റെ പ്രത്യേക ഒരു യാമം എത്തുമ്പോഴൊക്കെ ആസ്മ വരുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്നൊരു ഭയങ്കര ഹീലിംഗ് നടക്കുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ പറയുന്നു. ഇന്ന് നിസ്സാരമായിട്ട് എല്ലാ ദിവസത്തെയും പോലെ എടുക്കല്ലേ. എന്ന് വെച്ചാൽ ഈ ഞരമ്പുകളിലും അസ്ഥികളിലും ടിഷ്യൂസിലും നെർവ്സിലും ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മഞ്ഞുകണങ്ങൾ പോലെ കയറി, തുഷാരകണങ്ങൾ പോലെ അകത്തോട്ട് കയറി, ഒരു മാംസരക്തങ്ങളിലും അസ്ഥി മജ്ജകളിലും ഒരു സൗഖ്യം നടക്കുന്നുണ്ട്. സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. എന്താണെങ്കിലും സ്വീകരിച്ചു, ഇൻ ജീസസ് നെയിം. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, ഇൻ ജീസസ് നെയിം, ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ ദയവായി പ്രെയർ ലൈൻ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. ബ്ലെസ്സിംഗ് ടുഡേ ഒരു പാർട്ട്ണറാകാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. വിവരങ്ങൾ അന്വേഷിക്കുക. blessingtoday.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.